ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജൂൺ 3-നാണ്. അതായത് അംഗൻവാടിയുടെ പ്രവേശനോത്സവമാണ് ജൂൺ 3-ന്. ഇപ്പോൾ നമ്മൾ വിഷുവിൻ്റെ അംഗൻവാടിയിൽ എത്തി കേട്ടോ. ഇവിടെ ഇന്നാണ് പ്രവേശനോത്സവം. അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല ഒരുങ്ങി നല്ല സുന്ദരികളും സുന്ദരന്മാരുമായിട്ടായിരുന്നു വന്നത്. കുഞ്ഞുങ്ങൾ മാത്രമല്ല കേട്ടോ, അവരുടെ കുറച്ച് പാരൻസും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്നറിയോ? ഇതാ ഇപ്പം കാണിച്ചു തരാം. ദേ ഇല്ലിരിക്കുന്ന മുതൽ. അതങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കണ്ട, ആൾ ഭയങ്കര വൈബാണ്. തള്ള വൈബൊന്നുമല്ല കേട്ടോ. പിള്ളേരുടെ കൂടെ ആടാനും പാടാനും ഒക്കെ കൂടും. എൻ്റെ കുറച്ച് പ്രൂഫൊക്കെ ഉണ്ട് കേട്ടോ. പ്രോഗ്രാം എന്ത് വന്നാലും ടീച്ചർ ഒരു പാട്ടുപെട്ടിയായിട്ടാണ് വരുന്നത്. പാട്ടുപെട്ടി എന്നൊക്കെ പറയുന്നത് അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഭാഷയാണ് കേട്ടോ. ബ്ലൂടൂത്ത് സ്പീക്കറുമായിട്ടാണ് ആളെത്തുന്നത്. ആൾക്ക് പാട്ടും ഡാൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല, പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ്. പാട്ടിട്ട് കൊടുക്കുകയും പിള്ളേർ ഒത്തിരി ആസ്വദിക്കുകയും ഡാൻസ് ചെയ്യുകയും ടീച്ചറൊപ്പം കൂടുകയും ഒക്കെ ചെയ്യാറുണ്ട്. കുറച്ച് പുതിയ കുട്ടികളും ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ടീച്ചർ കുറച്ച് മിഠായി വാങ്ങി എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുത്തു. സത്യത്തിൽ വിഷുവൊക്കെ ഈ 3 വയസ്സായപ്പോൾ വരണ്ടയാണ്. അവൻ പുതിയ കുട്ടിയായിട്ട് വരണ്ടയാണ് കേട്ടോ. പക്ഷേ ആ 2.5 വയസ്സായപ്പോഴേ അവൻ അംഗൻവാടി പോകാൻ ഒരുങ്ങി. അതുകൊണ്ട് ഇപ്പോൾ അവനെടുത്ത് ചേട്ടനായി മാറി. ചേട്ടനാന്ന് പറയാൻ കാര്യമേ, 2.5 വയസ്സായപ്പോഴേ അവൻ അംഗൻവാടി വന്നില്ലേ. അപ്പോൾ അത്രയും നാൾ പഠിച്ചുകൊണ്ട് അവൻ ചേട്ടനാന്ന് അവൻ പറയുന്നത്. പിള്ളേർക്ക് മാത്രമല്ല ഗൈസ്, എനിക്കും കിട്ടി മിഠായി. അപ്പോഴത്തേക്കും നമ്മുടെ കഥാനായിക കടന്നു വന്നിരിക്കുന്നു. മറ്റാരുമല്ല, മെമ്പർ ഒരു ലോഡ് മിഠായി ആയിട്ടാണ് വന്നത് കേട്ടോ. പക്ഷേ മെമ്പറുടെ പണി പാളി. 2 ടൈപ്പ് മിഠായിയാണ് കൊണ്ടുവന്നത്. പിന്നെ അടിയായി ഇടിയായി. പിന്നെ ലാസ്റ്റ് വണ്ടിയിലിരുന്ന ബാക്കി മിഠായി കൂടെ മെമ്പർ കയ്യിൽ നിന്ന് ഇറക്കേണ്ടി വന്നു. ഇത് നമ്മുടെ അംഗൻവാടിയുടെ മറ്റൊരു താരമാണ് കേട്ടോ. ഇത് ശാന്തയമ്മ. ശാന്തയമ്മയുടെ കയ്യിൽ ഒരു ലോഡ് പാട്ടുണ്ട്. നമ്മൾ ഏത് പാട്ട് പറഞ്ഞാലും പുള്ളിക്കാരി പാടിത്തരും. അപ്പം ഇപ്രാവശ്യം വന്നപ്പോൾ പുള്ളിക്കാരി ഒരു പാട്ട് കാച്ചുകയുണ്ടായി. അങ്ങനെ ശാന്തമ്മയുടെയൊക്കെ പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശൈല ടീച്ചറിൻ്റെ ഒരു അശരീരി കേട്ടോ കേട്ടോ, ഫുഡായിട്ടുണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ നമ്മളുടെ ഫുഡ് ഇന്ന് എഗ്ഗ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ മെമ്പറും കുട്ടികളും പാരൻസും എല്ലാവരും കൂടെ ചേർന്നിരുന്നാണ് ഫുഡ് കഴിച്ചത്. അങ്ങനെ ഫുഡ് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും പരിപാടി തുടങ്ങി. പിള്ളേരുടെ ഡാൻസ്. നമ്മുടെ വീഡിയോയിൽ ആദ്യമേ അമ്പിളി ടീച്ചർ ഡാൻസ് കളിക്കുക എന്നുള്ള പ്രൂഫ് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് അതിനുള്ള പ്രൂഫ്. അങ്ങനെ ജൂണിലെ പ്രവേശനോത്സവം ഇവിടം കൊണ്ട് അവസാനിക്കുന്നു. ജൂണിൽ മാത്രമല്ല കേട്ടോ, നവംബറിലും ഉണ്ട് ഒരു പ്രവേശനോത്സവം. അപ്പോൾ അതിലേക്കുള്ള വെയിറ്റിംഗിലാണ് ഞങ്ങൾ.